വളരെ നല്ല പടം. നല്ല പടം, നന്നായിട്ടുണ്ട്. അടിപൊളി. അത്യാവശ്യമൊക്കെ ചിരിക്കാനൊക്കെ ഉണ്ട്. നല്ല കോമഡി, ഒരു എൻ്റർടൈനുള്ള സിനിമയാണ്. പിന്നെ ധ്യാൻ ചേട്ടൻ്റെ, മുകേഷ് ചേട്ടൻ്റെ പെർഫോമൻസ് അടിപൊളി, ഒരു ഗംഭീര പെർഫോമൻസാണ്. പിന്നെ അങ്ങനെ സൂപ്പർ. എന്തോ പറയട്ടെ, സിനിമ നന്നായിട്ടുണ്ട്. നിങ്ങളൊക്കെ സിനിമ കണ്ടുല്ലോ, സിനിമ നന്നായിട്ടുണ്ട്. അപ്പം ഗംഭീരാവട്ടെ. എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് കാണുക. ഇതൊരു നടന്ന കഥയായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് മേ ബി കുറേ ആൾക്കാർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം അല്ലേ. അപ്പോൾ എല്ലാവരും വരിക, എല്ലാവരെയും ലൈഫ് സൂപ്പർ സിന്ദഗി പോലെ സൂപ്പർ ആവട്ടെ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ധ്യാൻ ചേട്ടൻ്റെയും മുകേഷ് സാറിൻ്റെയും ആ ഒരു കോമ്പിനേഷനും കോമഡികളും ഒക്കെ. പിന്നെ നല്ലൊരു വില്ലൻ, എനിക്ക് ആ വില്ലൻ്റെ പെർഫോമൻസും നല്ല ഭംഗിയുണ്ട്. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ സോങ് ഇഷ്ടമായോ? കണ്ടില്ല, സിനിമ കണ്ടില്ല, ഇഷ്ടമായില്ലേ? ആ ഒരു പാർട്ടി മൂഡ് സോങ് അല്ലേ, അതും എനിക്കിഷ്ടമായി. അത് ഞങ്ങൾ ഡാൻസ് ചെയ്യുമ്പോൾ തന്നെ പറയണ്ടായിരുന്നു ഈ ഒരു സോങ് നന്നായിട്ട് പുറത്തേക്ക് എത്തും എന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫൈറ്റ് എനിക്ക് നന്നായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. ആ ഒരു വില്ലൻ ക്യാരക്ടർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതെ, അങ്ങനെ എല്ലാവർക്കും നല്ല സ്പേസിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് കിട്ടട്ടെ ഇനിയും ഭാവിയിലും. അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെയധികം നന്ദി. ഇവിടെ നിന്നു, സിനിമ കണ്ടു, അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിന് വളരെയധികം നന്ദി. ഇനിയും കാണാം. ശരി, താങ്ക് യു സോ മച്ച്. പടം കണ്ടിരിക്കാം. വലിയ ലാഗ് അനുഭവപ്പെടുന്നൊന്നുമില്ല, എങ്കിലും ഫീൽ ഗുഡും ക്ലാസിക്കും ആയിട്ടുള്ള അനുഭവങ്ങൾ ചിത്രത്തിലുണ്ട്. കർണാടകയിലുള്ള സംഭവങ്ങളും പിന്നെ ഇപ്പോഴത്തെ ഒരു ബാംഗ്ലൂർ ലൈഫൊക്കെ കാണിക്കുന്നുണ്ട്, വൈബും പബ്ബും കാര്യങ്ങളൊക്കെ. അപ്പോൾ പബ്ബൊക്കെ എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ രസമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഡാൻസ് ചേട്ടൻ പമ്പി പോകുമ്പോഴൊക്കെ രസമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫാമിലി ഓറിയൻറ്റഡ് ഡാൻസ് സിനിമ മൂവിയാണ്. അപ്പോൾ ഒരു ഇന്നത്തെ യൂത്തുമാർക്ക് ധൈര്യമായിട്ട് കാണേണ്ട, എൻഗേജ് ചെയ്യേണ്ട സിനിമയാണ്. ഒരു സീറ്റേജ് ത്രില്ലർ എന്ന് തന്നെ പറയാം. സാധാരണ മമ്മൂക്ക, ലാലേട്ടനെ പോലുള്ള ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന ഫൈറ്റ് നമ്മുടെ ധ്യാൻ ചേട്ടൻ ചെയ്യുമ്പോൾ വ്യത്യസ്തമാകുന്നുണ്ട്. എന്തുകൊണ്ടും നിങ്ങൾക്ക് പ്രേക്ഷകർ തിയേറ്ററിൽ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പുതിയ രീതിയിലുള്ള ചേരുവയുള്ള ഒരു ധ്യാൻ ചേട്ടൻ മാജിക്കാണ് സിനിമ. ഈ പടത്തിന് കോമഡി ഉണ്ട്, ത്രില്ലുണ്ട്, സസ്പെൻസ് ഉണ്ട്, എല്ലാം ചേർന്നൊരു അടിപൊളി പടം. എന്ന് പറഞ്ഞാൽ സാധാരണ ധ്യാൻ ശ്രീനിവാസൻ പടങ്ങളുള്ള പോലെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമായിട്ടുള്ള ഒരു സിനിമയല്ല. ഇത് എല്ലാവർക്കും കാണാം. നല്ല ഒരു തുടക്കം മുതൽ അവസാനം വരെ ഒട്ടും നമ്മളെ ലാഗടിപ്പിക്കാതെ കൊണ്ടുപോകുന്ന ഒരു പടം എന്ന് തന്നെ പറയാം. ഇത് എന്തുകൊണ്ടും ഇതൊരു ധ്യാൻ ശ്രീനിവാസൻ്റെ ഇത്രയും നാളത്തെ ഈ കരിയറിൽ ഇതൊരു സ്റ്റെപ്പാണ്. എന്ന് പറഞ്ഞാൽ പുള്ളി ഇപ്പം ത്രില്ലർ സിനിമകളൊക്കെ ചെയ്ത് തുടങ്ങി എന്നതിൻ്റെ ഒരു സിമ്പലാണ് ഈ ഒരു സിനിമ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളൊക്കെ കണ്ടു കണ്ടിരുന്നോ സിനിമ? കാണണം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഓഡിയൻസിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ബിക്കോസ് അതിൻ്റെ റെസ്പോൺസ് സ്റ്റാർട്ട് ടു എൻഡ് എല്ലാവരും നല്ല എൻഗേജ്ഡ് ആയിരുന്നു. നല്ല കുറേ ക്ലാപ്സ്, എല്ലാവരും നല്ല സിനിമ ഭയങ്കര എൻഗേജിങ് ആണ്. ഒട്ടും ഒരു ലാഗില്ല. നല്ല കോമഡി, നാച്ചുറലായിട്ടുള്ള കോമഡി ആക്ഷനൊക്കെ ഭയങ്കര നാച്ചുറലായിട്ട് ആ കഥയും ഉണ്ട്, അതിൻ്റെ കൂടെ ഉള്ളൊരു നാച്ചുറൽ കോമഡി. എല്ലാവരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. ഐ തിങ്ക് ക്യാമറ വർക്ക്, മേക്കിംഗ് എല്ലാം ഇറ്റ്സ് വെരി ഗുഡ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. എല്ലാവരും തീർച്ചയായിട്ടും കാണണം. ഐ ലവ് ദ മൂവി. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. കോമഡി പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് തുടക്കം കുറച്ച് ലാഗോടുകൂടി തുടങ്ങിയെങ്കിലും ജോണി ആൻ്റണിയുടെ എൻട്രിയോടുകൂടി പടത്തിൻ്റെ ലെവൽ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ജോണി ആൻ്റണി മാത്രമല്ല, അതേപോലെ തന്നെ മുകേഷ്, ധ്യാൻ, ഇവരുടെ എല്ലാവരുടെയും കോംബോ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ മെയിൻ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സുരേഷ് കൃഷ്ണൻ ഇതിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു ചെയ്യാത്തൊരു റോളാണ്, അതൊരു ഡോണിൻ്റെ ഒരു കഥാപാത്രമാണ് പുള്ളി ചെയ്തതാണ്. ആ പുള്ളിയുടെ കഥാപാത്രം മനോടുകൂടി പടത്തിൻ്റെ ലെവൽ അങ്ങോട്ട് മാറാണ്. ഫുൾ കോമഡി ട്രാക്കിലേക്ക് കൊണ്ട് മാറാണ്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ ഇത് തന്നെ ഫുൾ കോമഡി, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഒരു വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എന്നാലും ഈ കോമഡി ഇതിൽ കുറച്ച് കൂടുതലുണ്ട്. പിന്നെ പടത്തിൽ മെയിൻ ഗുണം ഇത് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിൽ അറ്റ്മോസ്ഫിയർ കണ്ടതിന് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതായത് ഒരു നല്ലൊരു തിയേറ്ററിൽ ഇരുന്ന് ആസ്വദിക്കുകയാണെങ്കിൽ ആ സൗണ്ടൊക്കെ നല്ല കിടലായിട്ട് വരും. എന്തായാലും പടം നല്ലതായിരുന്നു. ചിരിക്കാനുണ്ടായിരുന്നു, ആൾക്കാരെ ചിന്തിപ്പിക്കാനുണ്ടായിരുന്നു. നല്ലതായിരുന്നു. അടിപൊളിയായിരുന്നു. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു
ഇതുണ്ട്. കാരണം ഇതുവരെ ഉള്ള ഒരു പാറ്റേൺ അല്ലാതെ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. സ്റ്റണ്ടൊക്കെ നല്ലതാണ്. ഞാൻ മുകേഷ് കോംബോ അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നത് മറ്റേ നമ്മുടെ ലാസ്റ്റ് മൂവിക്ക് ശേഷം ഇപ്പോൾ ഒത്തിരി നാളായി അവർ ഒന്നിച്ചുള്ള ഒരു കോംബോ. നല്ല കോമഡിയൊക്കെ നല്ലോണം വർക്കൗട്ട് ആയതുണ്ട്. ഓക്കെ.